നിക്കോ വില്യംസ് ചതിച്ചടെ തേച്ചടെ എന്നാണ് ചില ഫാൻസ് പറയുന്നത്. അതുപോലെ മറ്റുള്ളവർ പറയുന്നത് എന്തൊക്കെ ബഹളായിരുന്നു, നിക്കോ വരുന്നു ട്രെൻഡിനെ കൊല്ലുന്നു, ഇപ്പൊ എന്തായി, പവരായി ശവമായി ഇല്ലേ എന്ന് ചോദിച്ച് ഭാഷയെ കളിയാക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. അപ്പോൾ കാര്യം എന്താണ് ശരിക്കും പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ തേപ്പുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. സംഭവം നിക്കോന് സൈൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ബാഴ്സലോണയിൽ സെറ്റായിരുന്നു. ഇന്നലെയൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99.999% വാങ്ങുമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഇതിൽ പ്രശ്നമാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേഷൻ റൂൾ അനുസരിച്ച് സൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ടീമിൻ്റെ ഒപ്പം കളിക്കാനുള്ള ചാൻസസ് നിക്കോയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഏജൻറ്റ് പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കോയെ ഫ്രീ ഏജൻ്റായിട്ട് വിടാൻ സമ്മതിക്കണം. അത് പക്ഷേ ക്ലബിന് ഓക്കെ ആയിരുന്നില്ല. കാരണം ഒന്നാമത് 2026 വേൾഡ് കപ്പ് വരുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ടീമിൽ കയറി പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അപ്പോൾ അതിന് തന്നെയാണ് നിക്കോയും ശ്രമിച്ചത്. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായത്. പക്ഷേ ഇതാകെ കൂടുതൽ നാണക്കേടായി പോയി എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമായിട്ട് ഇത് തന്നെയാണ് വിഷയം. നിക്കോ ഇപ്പോൾ കൊണ്ടുവരും, ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു സീനാണ്. അവസാനം മറ്റേ സിനിമയിൽ പറയണ പോലെ അവിടെ തന്നെ ഇരിക്കട്ടെ, ഇനി മിണ്ടരുത്. കാരണം എന്തായാലും 2035 വരേക്കും സൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. എനിവേസ് ഇപ്പോൾ അത് കൺഫേം ആണ്, ആ ഒരു ഡീൽ ഇസ് ഗോൺ.